ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഔറത്ത് മറക്കുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ ഷർത്താണ്. ഔറത്ത് മറക്കാതെ നമസ്കരിച്ചാൽ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നമസ്കാരം സഹിയാവുന്നതല്ല. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുഖവും മുൻകൈയും ഒഴികെയുള്ള മുഴുവൻ ഭാഗങ്ങളും, ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നമസ്കാരത്തിൽ പൂർണ്ണമായും മറച്ചിരിക്കുക എന്നുള്ളത് സ്ത്രീകൾക്ക് നമസ്കാരത്തിൻ്റെ ഷർത്തായ കാര്യമാണ്. മുഖം മറക്കുന്ന സന്ദർഭത്തിൽ തലമുടി പുറത്ത് കാണുന്ന വിധത്തിലാവരുത്. അതിനോടൊപ്പം തന്നെ മുഖത്തിൻ്റെ അതിർത്തി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് മുടി മുളക്കുന്ന ഭാഗം മുതൽ 2 താടയെല്ല് കൂടുന്ന ഈ മുന്തഹയാണ്. ഒരു ചെവിക്കുറ്റി മുതൽ മറ്റു ചെവിക്കുറ്റി വരെയാണ്. ഇതാണ് മുഖത്തിൻ്റെ അതിർത്തി. ഈ അതിർത്തിയിൽപ്പെട്ട ഭാഗമല്ലാതെ മറ്റു ഭാഗങ്ങളെല്ലാം മറഞ്ഞിരിക്കൽ നിർബന്ധമാണ്. മുഖമക്കന ധരിക്കുമ്പോൾ ചില സ്ത്രീകൾ ഇങ്ങനെയാ ധരിക്കുക, താടയെല്ലിൻ്റെ അടിഭാഗം കാണുന്ന രീതിയിൽ. അങ്ങനെ ധരിച്ചാൽ അത് ഔറത്ത് പുറത്താവും, നമസ്കാരം സഹിയാവൂല. അപ്പോൾ മക്കന അല്പം കയറ്റി താടയെല്ലിലേക്ക് മുട്ടിച്ച് കറക്റ്റാക്കി ഇട്ടാൽ ഈ ഭാഗം ഇങ്ങനെ കയറിയിരുന്നാൽ ഓക്കെ. അപ്പം മുഖം മാത്രം വെളിവാകുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. മുഖത്തിൻ്റെ പരിധി കഴിഞ്ഞിട്ട് ഒരല്പഭാഗം കൂടി വെളിവായി കഴിഞ്ഞാൽ നമസ്കാരം സഹിയാവുകയില്ല. അതിനോടൊപ്പം തന്നെ ഈ കുപ്പായത്തിൻ്റെ കൈ അത് ലൂസുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും മുൻകൈ ഒഴിച്ച് ബാക്കി ഭാഗങ്ങൾ കുറച്ച് വെളിപ്പെടാൻ സാധ്യത ഏറെയാണ്. ലൂസുള്ള ഭാഗമാണെങ്കിൽ കൈ ഉയർത്തുന്ന സന്ദർഭത്തിൽ കൈയിൻ്റെ ഭാഗങ്ങൾ പുറത്ത് കാണാൻ സാധ്യതയുണ്ട്. നമസ്കാരം ബാത്തിലാവുകയോ ഓൾറെഡി ആ അവസ്ഥയിലാണ് നിസ്കാരം ആരംഭിച്ചതെങ്കിൽ നിസ്കാരം കെട്ടുപെടുകയുമില്ല. അപ്പോൾ കുപ്പായമാറ് ഫിറ്റായ നിലയിൽ തന്നെ മുൻകൈ മാത്രം പുറത്തു വരുന്ന രീതിയിൽ കൃത്യമായി ഈ ഒരളവിൽ കൃത്യമായിരിക്കണം. അതിന് പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഉള്ളിൽ ഒരു ഒറ ധരിച്ചുകൊണ്ടായിരിക്കണം നമസ്കരിക്കേണ്ടത്. മറ്റൊന്നാണ് നമസ്കാരത്തിൽ കാൽപാദം. നീളമുള്ള കുപ്പായമല്ലെങ്കിൽ മിക്കവാറും സുജൂദിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ സുജൂദിലൊക്കെ ആ കാലിൻ്റെ അടിഭാഗം പുറത്തു വരും. കാലിൻ്റെ അടിഭാഗം പുറത്ത് കണ്ടാൽ കാണാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ നമസ്കാരം സഹിയാവുന്നതല്ല. അതുകൊണ്ട് ഔറത്തിൻ്റെ വിഷയം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.